കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല മൈലേജ് കിട്ടണം, ക്വാളിറ്റിയും വേണം വാഹനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഡിലനൊരു ബീറ്റ് നമ്മളെടുത്ത് LS ഓപ്ഷനിൽ വരുന്ന വാഹനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവനെ കുറിച്ചുള്ളതാണ്. ഇതൊരു വണ്ടി ഈ കമ്പനി ഇവിടുന്ന് നിർത്തിപ്പോയിട്ടില്ല. ഷവർലൈറ്റ് എന്ന് പറയുന്ന കമ്പനി നിർത്തിപ്പോയിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ നിരത്തുകളിൽ ഇവനെ വേറെ വണ്ടി ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം അത്യാവശ്യം പവറും അതുപോലെ മൈലേജും കാണാനൊരു ലുക്കും ഒക്കെ കിട്ടുന്നത്. ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ലുക്കാകാരം ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. പല വണ്ടികളും ഇപ്പോഴും മോഡിഫൈ ചെയ്ത് നല്ല ചൊറുക്കിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 88,000 കിലോമീറ്റർ മാത്രം ഓടിയില്ല 2012 മോഡൽ ബീറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം കേട്ടോ. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കാ ക്വാളിറ്റി എന്ന് പറയാം. 2012 ആണെങ്കിൽ പോലും ബോഡി ഭാഗം കൊണ്ട് എവിടെയും പുട്ടിയോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. നല്ല ബോഡി ഷേപ്പിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനുള്ള KL10 മലപ്പുറം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു കിഡിലൻ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു ബീറ്റാണ് ഈ കാണുന്നത്. വണ്ടിയുടെ ബോഡി ഭാഗത്തെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ട് ഭാഗം കാണാൻ ബോഡി ലൈന് കാര്യങ്ങൾ, ബോണറ്റിലെ ലൈന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്കാ ബോഡി ഷേപ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പുറകുവശം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെങ്കിലും പക്കാ ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രൈവർ സൈഡും ബോഡി ഷേപ്പിലെ ഡ്രൈവർ സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓൾ ഓവർ ബോഡി പക്കാ ക്വാളിറ്റി എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാഹനത്തിന്റെ ബോഡി ഭാഗം കൊണ്ട് വിശേഷിപ്പിക്കാം. ഇനി എഞ്ചിൻ കണ്ടീഷന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിൽ ഓയിൽ ലീക്ക് കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഡീസൽ വേരിയന്റിൽ വരുന്ന വാഹനമാകുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെയാണ്. യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല പക്കാ ക്വാളിറ്റി എന്ന് തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഭാഗം കൊണ്ട് പറയാം. കാരണം 2012 അപേക്ഷിച്ച് വണ്ടി ക്വാളിറ്റിയാണ്. ഇനി ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടയറും ഏകദേശം ഒരു 90-95% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇതിക്ക് മാച്ച് ആവുന്ന ഒരു അലൈവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കാ ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവറാണ്. ഒരു 95 മാർക്ക് നമുക്ക് സീറ്റ് കവറിന് കൊടുക്കാം. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ മെയിൻ ആയിട്ട് ഇതിന്റെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീറ്റർ കൺസോൾ ആണ്. ഒരു സ്പോർട്സ് കാറിൽ നമ്മൾ ഇരുന്നുകാണ്ട് ഓടിക്കുന്ന ഒരു ഫീൽ ആകാരം ഇതിന്റെ മീറ്ററിലോട്ടൊക്കെ നോക്കുമ്പോൾ. അപ്പൊ അത്രയും പക്കയായിട്ട് ഭംഗിയായിട്ടുള്ള ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഈ ഡോർ പാഡുകളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ 2012 വാഹനത്തിന്റെ ഡോർ പാഡ് ഇത്രത്തോളം പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഫ്രണ്ട് ഭാഗത്ത് ഇന്റീരിയറിലെ ഫ്രണ്ട് ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്കാ ക്വാളിറ്റിയാണ്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ്. AC കാര്യങ്ങളൊക്കെ നല്ല കൂളിംഗ് കൊണ്ട് കിട്ടും. 4 ഡോറിന്റെ ഡോർ പാഡുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ പക്കയാണ്. ബാക്ക് സീറ്റ് ആണെന്നുണ്ടെങ്കിലും പക്കാ ക്വാളിറ്റി ആയിട്ടുള്ള ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കാണാം. റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 88,000 കിലോമീറ്റർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആയപ്പോൾ നമ്മളൊരു സുഹൃത്ത് വിറ്റതായിരുന്നു. അവരുടെ ഇപ്പം നമ്മൾ S2B സെല്ലിംഗ് മെത്തേഡിൽ സെയിലിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് തന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ഓൾ ഓവർ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ പക്കാ ക്വാളിറ്റിയാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ 27-28 മൈലേജ് കിട്ടുന്നു പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 25 കൺഫേം ആയിട്ടും കിട്ടുന്ന ഒരു വാഹനമാണ്, മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നിങ്ങൾക്കൊരു ബുള്ളറ്റ് കൊണ്ടു നടക്കുന്ന ലാഘവത്തോടെ കൊണ്ടു നടക്കാം. ഒരു ബുള്ളറ്റിന് വരുന്ന പൈസ പോലും ഈ ഒരു വാഹനത്തിന് വരില്ല എന്നാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ S2B സെല്ലിംഗ് മെത്തേഡിൽ സെയിലിന് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. S2B സെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സെല്ലർ ടു ബയ്യർ സെല്ലിംഗ് മെത്തേഡ്. അതിലൂടെ നിങ്ങളെ വാഹനങ്ങൾ വിൽക്കാം, അതിലൂടെ വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എന്താണ് അതിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമല്ലേ? അതിലൂടെ നിങ്ങളൊരു വാഹനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഡീലർ എടുക്കുന്നതിലേറെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ വാഹനത്തിന് കിട്ടും. അതുപോലെ തന്നെ അതിലൂടെ വരുന്ന വാഹനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഡീലർ കൊടുക്കുന്നതിലേറെ റേറ്റ് കുറച്ചെങ്ങാണ്ട് നിങ്ങൾക്ക് അതിലൂടെ വരുന്ന വാഹനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാം. ഡീലർ ലാഭം 2 ആൾക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോകുക എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഡ് വെഹിക്കിളിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ GVIP മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. നമ്മളെ ഗ്യാരേജ് 71 വെഹിക്കിൾ ഐസൊലേറ്റഡ് പ്രോഫിറ്റ് മെത്തേഡ്. അതെന്താ വെച്ചാൽ ഒരു വാഹനത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഒരു സ്ഥാപനത്തിലല്ല. അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. ആ വാഹനം വിൽക്കുമ്പോൾ അല്ലേ പ്രോഫിറ്റും കാര്യങ്ങളും അതിൻ്റെ ഷെയറും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ തരും. അടുത്ത വണ്ടി വരുമ്പോൾ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതാണ് മെയിൻ ബെനിഫിറ്റ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ S2B സെല്ലിംഗ് മെത്തേഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ S2B സെല്ലിംഗ് മെത്തേഡ് വഴി നിങ്ങളെ വാഹനങ്ങൾ വിൽക്കണം എന്നുണ്ടെങ്കിലോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വാഹനത്തിൻ്റെ വില അല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. വെറും 99,000 രൂപക്ക് ഫൈനൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അതിൽ നിന്നൊന്നും കുറക്കാനുണ്ടാവില്ല കേട്ടോ. കാരണം ഫൈനൽ റേറ്റ് ആണ്
99,000 രൂപക്ക് നല്ല ക്വാളിറ്റിയിലൊരു വാഹനമാണ്. 99,000 രൂപക്കാണ് നമ്മളിത് ഫൈനലായിട്ട് കൊടുക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. കുറഞ്ഞ ബഡ്ജറ്റിൽ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലൊരു വാഹനം തപ്പി നടക്കുന്ന നിങ്ങളെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇതുപോലെ നല്ല നല്ല വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകൊണ്ടാണ്. ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന പേജ് തന്നെ ആയിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മളടുത്ത് സ്റ്റോക്ക് ഇനിയും കയറാനുണ്ട്. S2P സെല്ലിംഗ് മെത്തേഡിൽ ഇപ്പോൾ കോളുകൾ വന്ന് കിടക്കുന്നുണ്ട്. ഓരോ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്താണ്ട് കൂടെ കൂടിക്കോളും. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.